1000 സബ്സ്ക്രൈബേഴ്സ് നമ്മളിപ്പോൾ 600ൻ്റെ ആ ഒരു റേഞ്ചിലാണ്. 1000 നമ്മൾ 1000നെ കടക്കാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കടക്കുന്ന ഒരു സമയത്ത് തന്നെ നമ്മൾ ഫിസിക്സുമായി ബന്ധപ്പെട്ട ഓരോ ചാപ്റ്ററും എളുപ്പമുള്ള കാര്യങ്ങൾ വീഡിയോ ഏതൊക്കെയാണ്, എളുപ്പത്തിൽ പഠിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്യൂ. നമുക്ക് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ളതാണ്. ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മളിന്ന് ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോകളിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നത് ഈ ഒരു വീഡിയോ ആണ്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് വീഡിയോ. അതിന് കാരണം ഫിസിക്സിലെ പലർക്കും പല ചങ്കുകൾക്കും മാർക്ക് കുറയുന്നതിൻ്റെ ഒരു റീസൺ, അല്ലെങ്കിൽ പലരും ഫെയിൽ ആകുന്നതിൻ്റെ റീസൺ പോലും അവർ വരുത്തുന്ന ഈ ഒരു മിസ്റ്റേക്കാണ്. അപ്പം എന്താണ് ആ മിസ്റ്റേക്ക് എന്നാണ് വ്യക്തമായി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ അവസാനം പറയും. നിങ്ങൾക്ക് സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഈ ഒരു ഫിസിക്സുമായി ബന്ധപ്പെട്ട്, അതുപോലെ മാത്സുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക, മാത്സിൻ്റെ ഹാക്സ് കാര്യങ്ങളൊക്കെ. അപ്പം ഫിസിക്സുമായി ബന്ധപ്പെട്ട് നോക്കൂ, നിങ്ങൾ ഒരുപാട് മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഈ ഡാറ്റ ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട്, കാരണം യൂട്യൂബ് ഒരു വീഡിയോനെ പ്രൊമോട്ട് ചെയ്യുന്നത് വാച്ച് ടൈമും ലൈക്കും കമൻറ്റും ഒക്കെ നോക്കിയിട്ടാണ്. അപ്പം നിങ്ങളൊന്ന് വീഡിയോ മാക്സിമം വാച്ച് ചെയ്യുക, ലൈക്ക് കമൻറ്റൊക്കെ അതിനകത്ത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി റീച്ച് വരും. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഒന്ന് ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇതിനകത്ത് നമ്മൾ മോഡൽ 2024 പബ്ലിക് എക്സാം 2024 സേ 2024 വെയിറ്റേജ് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കും മോഡലിന് വന്ന പോലെ ആയിരിക്കും പബ്ലിക്കിന് വരികയെന്ന്. അല്ല, ചില വെയിറ്റേജിലൊക്കെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഡാറ്റ ചെക്ക് ചെയ്ത് മനസ്സിലാകും. ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ജനറലി ഉള്ള ഒരു വെയിറ്റേജ് മൊത്തത്തിനെ അനലൈസ് ചെയ്തിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് താനും. പക്ഷേ നമ്മൾ ഇതിലോട്ടും ഒന്നുമല്ല പോകുന്നത്. നമ്മൾ പോകുന്നത് മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യത്തിലോട്ടാണ്. അപ്പം നമ്മൾ പറഞ്ഞു, നിങ്ങൾ വെയിറ്റേജ് നോക്കി പഠിക്കുമ്പോൾ ചെയ്യുന്ന വലിയ ഒരു മിസ്റ്റേക്ക്. അപ്പോൾ വെയിറ്റേജിൻ്റെ ആ ഒരു ജനറൽ ഞാൻ അവിടെ നമ്മൾ ചെറുതാക്കിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി ഈ എൻലാർജ്ഡ് ആക്കിയിട്ട് കാര്യങ്ങളെ വ്യക്തമാക്കിയിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ വെയിറ്റേജ് ഓരോ ചാപ്റ്റർ എന്നുള്ളത്. അപ്പം ഇതെല്ലാം നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലോട്ട് നമ്മൾ പോകുമ്പോൾ പലപ്പോഴും നിങ്ങൾ വെയിറ്റേജ് നോക്കിയിട്ട് ഇപ്പോൾ റേ ഓപ്റ്റിക്സിലോട്ട് അങ്ങ് പോകും. റേ ഓപ്റ്റിക്സിലോട്ട് അങ്ങ് പോയിട്ട് 9 to 10, ദെൻ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. പലരും പറയുന്നതും ഇങ്ങനെ തന്നെയാണ്, ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ആദ്യം ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ പറയുമെന്നുള്ളത്. പക്ഷേ നമ്മൾ പറയുന്ന അപ്രോച്ച് മറ്റൊരു രീതിയിലാണ്. അതിനകത്തോട്ട് നമുക്ക് പോകാം. അപ്പോൾ റേ ഓപ്റ്റിക്സിലോട്ടൊക്കെ നിങ്ങൾ പോകുമ്പോൾ അതിനകത്ത് ഒരുപാട് കട്ടി ഡിഫിക്കൽട്ടായിട്ടുള്ള ഡെറിവേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പലരും ഇതങ്ങോട്ട് പഠിച്ചു തുടങ്ങി. അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിലെ കാര്യങ്ങളൊക്കെ ഒരുപാട് പഠിക്കേണ്ടതായിട്ട് വരും. പെട്ടെന്ന് മറന്നു പോകാനുണ്ട് ഇതിനകത്ത് റേ ഓപ്റ്റിക്സിലെ ഡെറിവേഷൻസൊക്കെ. അപ്പോൾ വീണ്ടും ചെയ്യേണ്ടി വരും. അതുപോലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണെങ്കിലും അതിനകത്ത് ഡൈപോൾ മൊമെൻറ്റ്, അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, പൊട്ടൻഷ്യൽ, ഇതിന് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഡെറിവേഷൻസ്, അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഒരുപാട് അങ്ങോട്ടേക്ക് ഡെറിവേഷൻസ് ഉണ്ട്. ദെൻ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, അതിനകത്തും ഒരുപാട് കട്ടി ഡെറിവേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. മാത്രമല്ല ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഫിസിക്സ് ബുദ്ധിമുട്ടാണെന്ന് തോന്നും. അങ്ങനെ പിന്നെ ഇവിടേക്ക് എത്തുമ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇതങ്ങോട്ട് പലരും മിസ്സാകുമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ, ആറ്റംസ്, ന്യൂക്ലിയസ്, സെമി കണ്ടക്ടർ, EMS ഒക്കെ വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സാണ്. ഇവിടുന്ന് 15 to 18 മാർക്സ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തിയറി ഭാഗങ്ങളാണ് കൂടുതലും. അപ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും, പഠിച്ചതധികം മറന്നു പോകില്ല. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് തുടങ്ങണമെന്നാണ് ഞാൻ പറയുക. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് ഏതെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് നമ്മൾ പറയാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ആദ്യം ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ, കാരണം ഇത് ഫസ്റ്റ് ഇയർ അറ്റോമിക് സ്ട്രക്ചറിൽ കുറേ നിങ്ങൾ കവർ ചെയ്തതാണ്. സെമി കണ്ടക്ടേഴ്സ് നിങ്ങൾ ഓൾറെഡി 10th അറിയാവുന്ന കാര്യങ്ങളാണ്. EMS ആണെങ്കിലും അറ്റോമിക് സ്ട്രക്ചറിലും ഒക്കെ ഒരുപാട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ ചാപ്റ്റേഴ്സ് കഴിയും ചെയ്യും. 15 to 18 വെയിറ്റേജ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു കോൺഫിഡൻസ് ആവും. ഫിസിക്സിൽ നമുക്ക് വേണ്ടത് ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ആണ്. അല്ലാണ്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ ഫിസിക്സ് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് മടുപ്പ് തോന്നും, ഫിസിക്സിന് അങ്ങോട്ട് പേടിയായി തുടങ്ങും. അപ്പോൾ ആ പേടി മാറ്റാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഓരോ ചാപ്റ്ററിലും ഇനിയിപ്പം നിങ്ങൾ അടുത്തത് ഇപ്പം ഈ ഒരു ഭാഗം കഴിഞ്ഞെന്ന് വിചാരിച്ചാൽ അടുത്തത് നമ്മൾ മാഗ്നറ്റിസം, അതിനകത്ത് ഫെറോ മാഗ്നറ്റിസം, പാരാഗ് എന്ന് പറഞ്ഞ തിയറി ഉണ്ട്, എളുപ്പമാണ്. പിന്നെ വേവ് ഒപ്റ്റിക്സ് ആണെങ്കിലും പോളറോയിഡ്സ്, ഹൈഗൻസ് പ്രിൻസിപ്പിൾ, അങ്ങനെ തിയറി വരുന്ന ഭാഗങ്ങളുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അകത്ത് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്, കപ്പാസിറ്റൻസ് സീരീസ് ആൻഡ് പാരലൽ, അതൊക്കെ എളുപ്പമാണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ ട്രാൻസ്ഫോമർ ഉണ്ട്. ദെൻ കറണ്ട് ഇലക്ട്രിസിറ്റി ആണെങ്കിൽ നമ്മുടെ ഓംസ് ലോ, അതുപോലെ തന്നെ വിറ്റ്സ്വൺ പ്രിൻസിപ്പിൾ, അതുപോലെ ക്രിസ്റ്റോഫ്സ് ലോ, അങ്ങനെ സിമ്പിൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററിലും ഏതൊക്കെയാണ് സിമ്പിൾ, നിങ്ങൾ ആദ്യം സിമ്പിൾ പഠിച്ചു നോക്കൂ. എന്നിട്ട് ഡിഫിക്കൽട്ടിയിലോട്ട് മാറി നോക്കൂ. അപ്പോൾ ഏതൊക്കെയാണ് സിമ്പിൾ എന്ന് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യൂ. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് റീച്ച് വരും.
അപ്പം ഈ ഒരു പേനയൊക്കെ മാറ്റി നമുക്ക് സ്മാർട്ട് ബോർഡൊക്കെ ഇറക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും, ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് റീച്ച് ആക്കൂ, വീഡിയോ ഷെയർ ചെയ്യൂ. അപ്പം പിന്നെ റേ ഓപ്റ്റിക്സിലാണെങ്കിൽ ഇപ്പോൾ അപ്പോൾ ഇതൊക്കെ മാഗ്നറ്റിസം അങ്ങനെ ഈ ഒരു ഓർഡറിൽ പോകും. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ സെഗ്മെൻറ്റ് പഠിച്ചു, പിന്നെ ഇതിലെ ഈ ഒരു മാഗ്നറ്റിസത്തിലെ എളുപ്പമാണ്, അതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞു. പിന്നെ അങ്ങനെ ഇതിലെല്ലാം പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എളുപ്പമുള്ളത് പഠിക്കുക ആദ്യം. ദെൻ പിന്നെ നിങ്ങൾ ഇതിലെ എളുപ്പമുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റേ ഓപ്റ്റിക്സിൽ എളുപ്പമുള്ളതുണ്ട്. ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ, അതുപോലെ സ്നെൽസ് ലോ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലുണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്, ക്വാണ്ടൈസേഷൻ, അതുപോലെ തന്നെ എന്താണ് ഡൈപോൾ ഡെഫിനിഷൻ കാര്യങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസ് ലോ, ഫാരഡേ ലോ ഒക്കെ തിയറിയാണ്. അതുപോലെയുള്ള തിയറി ഭാഗങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റ്സ് അതുപോലെ തന്നെ അതിലുണ്ട് ബയോട്ട് സാവാർട്ട് ലോ, അതുപോലെ ആംബിയർ സർക്യൂട്ടൽ തിയറം. അതിനുശേഷം നിങ്ങൾ കട്ടി ഡെറിവേഷൻസ് പഠിക്കും. അപ്പോൾ ഫിസിക്സിലെ ഏകദേശം എളുപ്പം ഒരുപാട് റീജിയൻ ഉണ്ട്. പലരും ആദ്യം തന്നെ അങ്ങ് ഡിഫിക്കൽട്ട് പഠിച്ചിട്ട് ഒരുപാട് എളുപ്പമുള്ളത് മിസ്സായി പോകും. അതാണ് വരുത്തുന്ന മിസ്റ്റേക്ക്, മാർക്ക് കുറയുന്നതിൻ്റെ റീസൺ, പലരും ഫെയിൽ ആവുന്നതിൻ്റെ റീസൺ പോലും. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ആദ്യം ഈ സെഗ്മെൻറ്റ്, പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യനുകൾ, പിന്നെ ഈ സെഗ്മെൻറ്റിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, പിന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അങ്ങനെ നിങ്ങൾ മൂവ് ചെയ്യൂ എന്നുള്ളതാണ്. അപ്പം അതിനിടയ്ക്ക് നിങ്ങൾ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളതിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ടൈം വെയിറ്റേജ് നോക്കിയിട്ട് സ്പെൻഡ് ചെയ്ത് അങ്ങനെ അതുകൂടി റെഡിയാക്കി കഴിഞ്ഞാൽ ഫിസിക്സ് നിങ്ങൾ പക്ക ആകുമെന്നുള്ളതാണ്. അപ്പം ഫിസിക്സിനെ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ. അപ്പം ഏതൊക്കെയാണ് എളുപ്പം പഠിക്കാനുള്ളതെന്ന് ഓരോ ചാപ്റ്റേഴ്സിലും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ ആ ഒരു വീഡിയോക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിനകത്ത് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ്, നമ്മളിപ്പോൾ 600ൻ്റെ ആ ഒരു റേഞ്ചിലാണ്. 1000 കടക്കാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കടക്കുന്ന ഒരു സമയത്ത് തന്നെ നമ്മൾ ഫിസിക്സുമായി ബന്ധപ്പെട്ട ഓരോ ചാപ്റ്ററും എളുപ്പമുള്ള കാര്യങ്ങൾ വീഡിയോ ഏതൊക്കെയാണ്, എളുപ്പത്തിൽ പഠിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യും. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.